രമേശേട്ടാ എന്താ കയ്യില്? ഇത് ഒരു കാമുകയ്ക്ക് ഒരു കാമുകൻ കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം. എനിക്കറിയാം എന്താന്ന്. കയ്യിലിങ്ങി ഇട്ടതാ. എന്ത് വള? വളയാണ്. ആ? ഞാൻ അത്രക്ക് ചീപ്പാണ്. വളയല്ലേ? വളയല്ല, അതിക്ക് മേലെ. എന്നാ പിന്നെ മാലയായിരിക്കും. എന്നെ അങ്ങനെ കൊച്ചാക്കി കാണല്ലേ. എന്നാ പിന്നെ കമ്മലല്ലേ? ശ്ശെ, എനിക്ക് നാണക്കേട് വരുന്നു. ഇത്ര മ്ലേച്ഛമായ വർത്താനമൊക്കെയാണ്. ഞാനൊരു കാമുകൾക്ക് കൊണ്ടു കൊടുക്കാനുള്ള ഒരു വലിയ സമ്മാനമാണോ കമ്മല്? രമേശ അറിഞ്ഞാണെങ്കിൽ അരെ കെട്ടിക്കൊടുക്കള ഞാൻ കണ്ടോളാം. പോടാ അവിടുന്ന്. ഞാൻ ദേഷ്യം പറ്റോട്ടെ. ഞാൻ എന്റെ കെട്ടിക്കൊടു സമയം അറിഞ്ഞാണോ? അറിഞ്ഞാണോ ഒന്നുമല്ല. പിന്നെ? അറിഞ്ഞാണോ ഒക്കെ എന്ത് ഇത് അതിന് മേലെ. എന്താന്ന് പറയാ, എനിക്ക് ഭയങ്കര അറിയാനുള്ള. ഇത് ആ പരിപ്പുവട. അയ്യേ കഴിച്ച് പാളയംകുടം പഴം കൂട്ടി കഴിച്ചാണ്ടല്ലോ വായിക്കട പരിപ്പോടെ ഓടി നടക്കും. എടാ പരിപ്പോടൊക്കെ ഗ്യാസ് ആണ്ടാ, രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. അല്ല എന്നാലും ഇത് വെച്ചോ. എന്റെ ചന്ദ്രിക, രമേശേട്ടാ എനിക്ക് കണ്ടിട്ടും മതിയാവുന്നില്ല ചന്ദ്രികെ. എനിക്കും രമേശേട്ടാ. ചന്ദ്രിക ഒരു കാര്യം ചെയ്യാമോ? എന്താ? ഒന്ന് ആ ഇറങ്ങി പുറത്തേക്ക് വരാമോ? രമേശേട്ടാ അത് ശരിയല്ല രമേശേട്ടാ. എന്താ മോളെ? എന്റെ അച്ഛൻ അറിഞ്ഞ അതൊരു വലിയ പ്രശ്നമാക്കും. അയ്യോ, നമ്മൾ നാളെ കല്യാണം കഴിക്കാൻ പോണവരല്ലേ. ആയിരിക്കാം. പുറത്തേക്കൊന്നും വന്ന് അല്ല രമേശേട്ടാ, കുടുംബത്തിൽ പിറന്നൊരു പെണ്ണല്ലേ ഞാൻ അങ്ങനെ വരത്തില്ല രമേശേട്ടാ. കുടുംബത്തിൽ പിറന്നാലും ഗവൺമെന്റ് ആശുപത്രി പിറന്നാലും പെണ്ണല്ലേ. ഞാൻ പറയുന്നു ഒറ്റ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. രമേശേട്ടാ എന്നെ തെറ്റിദ്ധരിക്കരുത് രമേശേട്ടാ, എനിക്ക് വരാൻ പറ്റില്ല രമേശേട്ടാ. ചന്ദ്രിക വേണ്ട രമേശേട്ടാ, എനിക്ക് വരാൻ പറ്റില്ല. ചന്ദ്രിക, please. രമേശേട്ടാ വേണ്ട, എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല രമേശേട്ടാ. ചന്ദ്രിക, ഞാൻ പറയണത് ഇല്ല, കേൾക്ക്. എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. ഇല്ല ചന്ദ്രിക. ഇല്ല രമേശേട്ടാ, ചന്ദ്രിക. എനിക്ക് ഇറങ്ങി വരാൻ ഞാൻ പറ്റില്ല. പറഞ്ഞത് കേൾക്ക് ചന്ദ്രിക. ഇല്ല ഇല്ല ഞാൻ നിന്നെ രമേശേട്ടാ, കെട്ടാൻ പോണവനാ. ഇല്ല രമേശേട്ടാ, ആ, ഞാൻ ഞാൻ ഇറങ്ങി ആശീസ് വരില്ല. കൊടുക്കണം വെറുതെ. ഇല്ല രമേശേട്ടാ, ചന്ദ്രികേ. രമേശേട്ടാ ഇല്ല, ഞാൻ പറഞ്ഞ കേൾക്കാം. എനിക്ക് പറ്റില്ല രമേശേട്ടാ. ചന്ദ്രൻ ഞാൻ പറഞ്ഞ ഞാൻ കേൾക്കാം. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ലേ രമേശേട്ടാ, ഞാൻ ഇറങ്ങി വരില്ല രമേശേട്ടാ. ഇല്ല രമേശേട്ടാ, എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല രമേശേട്ടാ. ചന്ദ്രിക അത്രയ്ക്ക് വിശ്വാസമല്ലേ എന്നെ? രമേശേട്ടന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ? ഞാൻ അത് ശീലിച്ചു പോയി രമേശേട്ടാ. ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല രമേശേട്ടാ. എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഇറങ്ങി വാ, ഞാൻ തൊട്ട് പോലും നോക്കൂല എന്ന് പറഞ്ഞു. ഇല്ല രമേശേട്ടാ, എനിക്ക് എന്തോ പറ്റില്ല രമേശേട്ടാ. ചന്ദ്രികെ, വേണ്ട. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. ഇല്ല. ചന്ദ്രിക ഇറങ്ങി വരാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല രമേശേട്ടാ, ചന്ദ്രികെ, എനിക്ക് പറ്റില്ല. ദേ ചേട്ടാ പറയുന്ന കേട്ടോ, ഞാൻ ഇറങ്ങി വരണോന്ന്. എന്റെ കൊച്ചെ, ഞാൻ ഈ കാര്യത്തിൽ അവന്റെ കൂടെ നിൽക്കുള്ളൂ. അവൻ ഈ പാതിരാക്ക് ഇത്ര റിസ്ക് എടുത്തിട്ട് ഇവിടെ വരെ വന്നിട്ട് കൊച്ചൊന്ന് പുറത്തിറങ്ങിയാൽ എന്താ? അതല്ലേ ഏട്ടാ, ഇറങ്ങി വന്നു കഴിയുമ്പോ സ്വഭാവം മാറും ചേട്ടാ. അയ്യോ, അവൻ അങ്ങനത്തെ ടൈപ്പ് അല്ല, നല്ല ഡീസന്റ് പയ്യനവൻ. ആ രമേശേട്ടൻ ആ ടൈപ്പ് അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനോ, എന്റെ സ്വഭാവം അറിയാലോ. അങ്ങനെയാണോ പ്രശ്നം?